ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ലില്ലി നമ്മുടെ ബൈസൻ്റെ അടുത്തും ഫഡേലിൻ്റെ അടുത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫഡേലും ബൈസനും തൻ്റെ പാരൻസിൻ്റെ ആ ഒരു മരണത്തിൻ്റെ കാര്യവും അവരെ കൊല്ലാൻ ചാൻസുള്ള വ്യക്തി അവരിപ്പോൾ കൊല്ലാനിരിക്കുന്ന ബിസിനസ് മാനായിട്ടുള്ള ആളായിരിക്കും എന്ന് ഒരു കരുതലുള്ളതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ലില്ലിയോട് സംസാരിക്കുകയാണ്. ആ സമയം ലില്ലി, നിങ്ങളോടത് മുമ്പേ പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ റെഡിയെല്ലാം തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ അയാൾ അത്ര വലിയ സ്റ്റാറ്റസിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ കൊല്ലാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതും ഈ ഒരു സമയമായപ്പോൾ തന്നെ അയാളെ കൊല്ലാനായിട്ടുള്ള ഡ്യൂട്ടി നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചതും. നിങ്ങളുടെ പാരൻസിൻ്റെ സ്ഥലം മേടിക്കാനായിട്ട് അയാൾ ശ്രമിച്ചായിരുന്നു, എന്നാൽ നിങ്ങളുടെ പാരൻസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അയാൾ അവരെ കൊന്നു കളഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരും ദത്തെടുത്തതും. അയാളെ കൊല്ലാനായിട്ട് കറക്റ്റ് പ്ലാൻ ഈ വരുന്ന സമയത്ത് ഒരു പാർട്ടി നടക്കാൻ പോവുകയാണ്. ആ സമയം നമ്മൾ പ്ലാൻ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അയാളെ നമുക്ക് കൊല്ലാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം കൂടെ അതേ റൂമിൽ നമ്മുടെ കീനും ഇരിപ്പുണ്ട്. കീൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യുമെന്നും ലില്ലി പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കീനിന് എന്തോ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം കീൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ തനോനും വരുന്നുണ്ട്. അപ്പോൾ തനോനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കീൻ അതിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയം കീൻ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. തനോൻ എന്തോ പറ്റി, നീ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കീനാണെങ്കിൽ ഒന്നുമില്ല, എനിക്കെന്തോ ജോലി ചെയ്ത് ഒരു മടുപ്പ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം തനോൻ ആന്ത് പറ്റി, സാധാരണ നീ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് കീനാണെങ്കിൽ നീ അത് പറയുന്ന ടൈമിന് കാണാനല്ല ക്യൂട്ടാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തനോൻ ഞാൻ ക്യൂട്ടായിട്ടിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് വെച്ചപ്പോൾ കീനാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ ഇങ്ങനെ പറയുന്നിട്ട് തനോനും ചിരിച്ചുകൊണ്ട് നീ എങ്ങനെ എനിക്ക് മറുപടി വരുമെന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് ടൈമിന് ഇവരുടെ ഈ ഫ്ലേട്ടിങ്ങിൻ്റെ ഇടയിലായിട്ട് ലില്ലി വന്ന് കയറുന്നുണ്ട്. ലില്ലിക്ക് എന്തോ ഇവർ തമ്മിൽ സംസാരിക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡിലും ഇവർ തമ്മിൽ ചെറിയൊരു ഇൻട്രാക്ഷൻ വന്നപ്പോൾ ലില്ലിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്തോ അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ലില്ലിനെ കണ്ടും തനോനാണെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. ലില്ലിയുടെ കീൻ്റെ അടുത്ത് വന്നിട്ട് നീ അവനും തമ്മിൽ ഡേറ്റിംഗ് ആണോ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ ചോദിക്കുന്നുണ്ട്. ആ സമയം കീൻ ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും തന്നെ ഇല്ല, ഞങ്ങളതിൽ സംസാരിച്ചുകൊണ്ട് നിന്നേന്ന് പറയുന്നുണ്ട്. ലില്ലിയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്തോ തീരെ ഇഷ്ടപ്പെടാത്തൊരു എക്സ്പ്രഷൻ വെച്ചിട്ട് പോകുന്നുണ്ട്. എന്താണ് റീസൺ എന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം സ്റ്റൈലിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സോന ആ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് അവനിങ്ങനെ എന്തൊക്കെയോ ആലോചന ചെയ്യുന്ന ടൈമിന് കറക്റ്റ് നമ്മുടെ ഫഡേലും വരുന്നുണ്ട്. ഫഡേൽ ഇപ്പോൾ ഒരു ഹിറ്റ്മാൻ ആണെന്നുള്ള സത്യം നമ്മുടെ സ്റ്റൈലിൽ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റൈൽ ഫഡേലിൻ്റെ അടുത്ത് നിന്ന് പരമാവധി ഡിസ്റ്റൻസിനാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫഡേലൊന്ന് സ്റ്റൈലിൻ്റെ അടുത്തിരുന്നതും സ്റ്റൈൽ പതുക്കെ നീങ്ങിയിരിക്കുകയാണ്. ആ സമയം ഫഡേൽ എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സ്റ്റൈൽ ഒന്നുമില്ലാന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ എന്താ, ഞാനിപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ട് ആയില്ലേ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ, എങ്കിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബ്രേക്കപ്പ് ആവും, എനിക്ക് നിൻ്റെ അടുത്ത് വലിയ ലവ് ഒന്നുമില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം സ്റ്റൈലിനിപ്പോൾ നമ്മുടെ കാണ്ടിൻ്റെ പ്ലാനും സംഭവങ്ങളും ഇവരാരാണെന്നുള്ള സത്യമെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാനും നശിക്കാൻ പാടില്ല, താനും പിടിക്കപ്പെടാൻ പാടില്ല എന്നുള്ള റീസൺ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫഡേലിൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെ അടുത്ത് ഇഷ്ടക്കുറവുള്ളതുകൊണ്ടൊന്നല്ല, അത് പിന്നെ ഇത്രയും ദിവസം ഞാൻ നിൻ്റെ പുറകെ നടക്കുമായിരുന്നില്ലേ, ഇപ്പം നീ പെട്ടെന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് ആയില്ലേ, അപ്പം എന്തോ എനിക്കൊരു വ്യത്യസ്തത തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഫഡേലോട്ട് ഫ്ലേർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഫഡേലിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാം ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫഡേൽ അത് വേണ്ട, നമുക്ക് നിൻ്റെ സ്ഥലത്തോട്ട് പോകാം, നമുക്ക് നിൻ്റെ ഗ്യാരേജിലോട്ട് പോയി ചെയ്യാം, കാരണം നീയാണെങ്കിൽ എൻ്റെ സ്ഥലത്തോട്ട് വന്നിട്ടില്ലേ, നമ്മൾ അവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് നിൻ്റെ സ്ഥലത്തോട്ട് പോകാമെന്ന് പറയാണ്. ആ സമയം എന്തോ പെട്ടെന്ന് സ്റ്റൈലിൽ അത് പറ്റത്തില്ല എന്നൊരു ഇത് തോന്നുവാണ്. അങ്ങനെ സ്റ്റൈൽ അത് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് അത് വേണം, കാരണം ഞാനാണെങ്കിൽ നിൻ്റെ സ്ഥലത്ത് വന്നിട്ടേ ഇല്ലല്ലോ, പക്ഷേ നീ വന്നിട്ടുണ്ടല്ലോ എന്ന് ഫഡേൽ പറയാണ്. അതിനുശേഷം കാണിക്കുന്ന ബൈസനെയാണ്. ബൈസൺ ഇപ്പോൾ അവൻ്റെ കടയിൽ അന്നൊരു ദിവസം വന്ന അവൻ കളിപ്പിച്ചുകൊണ്ടിരുന്ന അതേ പൂച്ചക്കുട്ടീനെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പൂച്ചക്കുട്ടീനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവൻ കാണ്ടിന് അയച്ചിട്ട് കാണാൻ ക്യൂട്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് അതിനെ കാണാൻ ക്യൂട്ടാണ്, പക്ഷേ നിന്നെ കാണാൻ അതിനേക്കാളും ക്യൂട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത്, ഇപ്പോൾ ഞാനാണോ പൂച്ചക്കുട്ടിയാണോ കൂടുതൽ ക്യൂട്ടെന്ന് വെച്ചപ്പോൾ രണ്ടുപേരും ക്യൂട്ടാണ്, ഈ രണ്ടുപേരും കിസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസൺ തിരിച്ച് ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ കിസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാമെന്നൊക്കെ പറയാണ്. ഇതേ സമയം നമ്മുടെ കാണ്ടാണെങ്കിൽ ഇവരോട്ട് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. അതായത് കാണ്ടാണെങ്കിൽ കുറച്ച് സമയം മുമ്പായിട്ട് ആ ഒരു ഓഫീസർ ചീഫിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീഫാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ ഫ്രണ്ടിനും സത്യങ്ങളെല്ലാം അറിയാം, നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും കൂടെ ശ്രദ്ധിക്കാൻ വരണം, എത്രയും പെട്ടെന്ന് തന്നെ നീ അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ അവനിപ്പോൾ നിന്നെ അവൻ്റെ വീട്ടിലേക്ക് കയറ്റിയില്ലേ, നീ ഇനിയും കയറിയിട്ട് കൂടുതൽ രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, എനിക്ക് ഉടനെ തന്നെ അവർ ജയിലിലാക്കാനുള്ളതാണെന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവനിങ്ങനെ ആലോചിച്ച് കഴിയാണ്. അതിനുശേഷം കാണിക്കുന്ന കാണ്ടും ബൈസനും ഒരു ആർക്കേഡിൽ വന്നേക്കുന്നതാണ്. അവരവിടെ ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാണ്ടാണി ബൈസൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു, ഞാൻ മറ്റ് വർക്കിനൊന്നും കയറാതിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ഒരു നാഷണൽ ടീമിലും കയറിയേനെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസനും അതെ അതെ, നീ എല്ലാത്തിനും കഴിവുള്ള ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കാണ്ടും അതെ പിന്നല്ലാണ്ട്, നിന്നെ വരെ വളയ്ക്കാൻ പറ്റിയെങ്കിൽ ഞാൻ എന്താ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാണ്ട് ബൈസന് കവിളൊരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. ആ സമയം ബൈസൻ മര്യാദയ്ക്ക് ഇരിക്കുകയും നമ്മൾ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുന്നതെന്ന് ഇറങ്ങിയപ്പോൾ കാണ്ടാണെങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ ഫുട്ബോളിലും ബാസ്കറ്റ് ബോളിലും അടിപൊളിയായിരുന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ പക്ഷേ ഞാൻ
നേരെ തിരിച്ചായിരുന്നു. എനിക്ക് സ്പോർട്സിൽ താല്പര്യമില്ലായിരുന്നു. സ്പോർട്സിൽ ഞാൻ ആകെ നേരെ ചെയ്തുകൊണ്ടിരുന്ന സ്വിമ്മിംഗ് ആണ്. പിന്നെ ഞാൻ ബെസ്റ്റായിട്ടുണ്ടായിരുന്നത് ഡ്രോയിങ്ങിലാണ്. ഡ്രോയിങ്ങിൽ എനിക്ക് എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ കാണേണ്ട അവൻ്റെ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചപ്പോൾ ബൈസൺ നീ എന്താ നോട്ട് ചെയ്തെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതാ, എന്നാലല്ലേ അത് നോക്കി കണ്ടുപിടിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റിനൊക്കെ നിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ കാണ്ടിൻ്റെ എക്സായിട്ടുള്ള ജൂനിയർ കയറി വരുന്നുണ്ട്. ഇവനെ കണ്ടതും തന്നെ നമ്മുടെ കാണ്ടിനും ബൈസണും തീരെ പിടിക്കുന്നില്ല. ഇതേ സമയം അവനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ കാണ്ടിൻ്റെ അടുത്ത് എന്താ സംസാരിച്ചുകൊണ്ടിരുന്ന ഫുട്ബോളിൻ്റെ കാര്യമാണ്, നീ മുമ്പത്തെ പോലെ ഇപ്പോഴും ഫുട്ബോളൊക്കെ കളിച്ച് ബെറ്റ് വയ്ക്കാനുള്ള ശ്രമത്തിലാണ്, അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നും ഇല്ലാതെ കാണ്ട് പറയാണ്. ഇതേ ടൈം ബൈസൻ്റെ അടുത്ത് നീ അങ്ങനെ ചെയ്യുമെന്ന് ജൂനിയർ ചോദിക്കുന്ന സമയത്ത് ബൈസൺ ഇല്ല എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പിന്നെ നീ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, നീ നിൻ്റെ ബർഗർ കട കൊണ്ട് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബൈസൺ അല്ല ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്ന ടൈമിന് കാണ്ടിന് കൊടുക്കാനായിട്ട് നിൻ്റെ ഒരു ബർഗർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ രണ്ടുപേർത്തായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബാസ്കറ്റ്ബോളോ ഫുട്ബോളോ കളിക്കൊക്കെ ബെറ്റ് വെച്ച് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നോ, ഞാൻ വെയിറ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നടന്നു പോകണം. അവൻ പോയി കഴിയുന്ന ബൈസണാണെങ്കിൽ ഇവൻ നീയായിട്ട് വല്ലാണ്ട് ക്ലോസ് ആവുന്നുണ്ടല്ലോ, ഇവൻ എൻ്റെ നേരെ പരിചയപ്പെട്ടിട്ടില്ല, ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ടിന് നമ്മുടെ ബൈസൺ ഒരു ഹിറ്റ്മാൻ ആണെന്ന് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ ജൂനിയറിനെ ഇവൻ വല്ലതും ചെയ്യുക, അവൻ്റെ അടുത്ത് തീരുമാനം ആവാറായെന്നൊക്കെ ഇവന് ഡൗട്ടുണ്ട്. അതുകൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചപ്പോൾ ബൈസൺ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഒരു സാധാ ഒരു പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സ്റ്റൈലിനെയും ഫടേനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ചെറിയ റേസിങ് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ പകുതി വഴിക്ക് നമ്മുടെ സ്റ്റൈൽ റേസിങ് നിർത്തുമ്പോൾ നമ്മുടെ ഫടേനും കൂടെ നിർത്തുന്നുണ്ട്. അതിനുശേഷം അവരോടത്തിട്ട് മാറി സംസാരിക്കുകയാണ്. ആ സമയം ഫടേലാണെങ്കിൽ നമ്മുടെ സ്റ്റൈലിൻ്റെ അടുത്ത് അല്ല നീ ഇവ മെക്കാനിക്കായില്ലേ, അത് നിൻ്റെ ഇഷ്ടം കൊണ്ടായതാണോ, അതിൻ്റെ ഫാമിലിയുടെ ബിസിനസ് കാരണം നീ അത് എടുത്താണോ ചോദിക്കുന്നുണ്ട്. സ്റ്റൈൽ അതിന് മറുപടി ആയിട്ട് ഫസ്റ്റൊന്നും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, എന്നാൽ പിന്നീട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എന്തുകൊണ്ടോ ഞാനും ആ ഒരു വർക്ക് ചെയ്തു തുടങ്ങി, പിന്നീട് അതെനിക്ക് ഇഷ്ടമായി. പിന്നെ നിനക്കൊരു കാര്യം അറിയോ, ഞാനാണെങ്കിൽ കാർ ട്യൂൺ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ ഫസ്റ്റ് വരെ നേടിയിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഫടയിൽ എനിക്കത് ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞ പോസ്റ്റായിട്ട് നിനക്കത് എങ്ങനെ അറിയാമെന്ന് നോക്കിയാണ്. ആ സമയം ഫടയിൽ അത് ഇൻ്റർനെറ്റിൽ ഉണ്ടായിരുന്ന ന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ പിന്നെ സംസാരിക്കുന്ന ടൈമിന് നമ്മുടെ ഫടയിലാണെങ്കിൽ അല്ല നീ പറഞ്ഞില്ലേ നിനക്കെന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന്, എന്താ നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എന്ത് പറയാനാ, നിൻ്റെ പുറകെ നടക്കുന്നത് ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു, എനിക്ക് കോമ്പറ്റീഷൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ നടന്നു പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ അത്ര മാത്രമേ ഉള്ളൂ എന്ന് വെച്ചപ്പോൾ സ്റ്റൈൽ അത്രമാത്രമല്ല നിന്നെ കാണാൻ കൊടുക്കത്തെ ലുക്കാണ്, പിന്നെ നിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കണമെന്നൊക്കെ വിചാരിച്ചു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആസിഫ് പട്ടേൽ അങ്ങനെയാണോ, അല്ല നമ്മളിപ്പോൾ റേസിങ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ആ റേസിങ് ഇതിലായിട്ട് കഴിഞ്ഞിട്ടില്ല, എനിക്കാണെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് കോമ്പറ്റീഷനിൽ നിന്ന് പുറത്ത് പറഞ്ഞാൽ താല്പര്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് വീണ്ടും റേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫടയിൽ അവൻ ഓട്ടിച്ചുകൊണ്ടിരുന്ന കാർ എടുത്തുകൊണ്ട് മൂവ് ആവുന്നുണ്ട്. നമ്മുടെ സ്റ്റൈലും ഓട്ടിക്കാനായിട്ട് പോവാണ്. അതിനുശേഷം സ്റ്റൈലിനെ ഫടയിലും കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ നേരെ നമ്മുടെ ഫടയിൽ സ്റ്റൈലിൻ്റെ അടുത്ത് അവൻ്റെ ഗ്യാരേജിൽ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ സ്റ്റൈലിൻ്റെ ഗ്യാരേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു മെക്കാനിക് പയ്യൻ നിങ്ങൾ വന്നോ ബോസ്, നിങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ അവിടെ മെക്കാനിക് ഷോപ്പ് പൂട്ടാനായിട്ട് നിൽക്കുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ നീ പൊക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ പറഞ്ഞു വിടാണ്. ആ പയ്യൻ പൊക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫടയിലാണെങ്കിൽ സ്റ്റൈലിൻ്റെ അടുത്ത് അല്ല നിൻ്റെ അച്ഛൻ എവിടെയെന്ന് വെച്ചപ്പോൾ അച്ഛൻ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോയി, അച്ഛനും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് വേണ്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ നല്ലൊരു മോനാണല്ലോ നീ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ പിന്നല്ലാണ്ട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്നതും. അച്ഛനോട് പറയുന്ന ടൈമിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അച്ഛനൊരു പക്ഷേ സങ്കടമാവോ ദേഷ്യം വരുമോ എന്നൊക്കെ. എന്നാൽ എൻ്റെ അച്ഛൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ, ഇതേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന മറ്റൊരു മെക്കാനിക് പയ്യനുമായിട്ട് എന്നെ സെറ്റാക്കാൻ നോക്കി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ചിരിച്ചിട്ട് എന്നിട്ട് എന്തായെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സ്റ്റൈലാണെങ്കിൽ എൻ്റെ ഈ മുഖം നോക്കിക്കേ, ഇത്ര ലുക്കുള്ള മുഖം വെച്ചിട്ട് എനിക്കുള്ള ചെക്കനെ ഞാനല്ലേ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കത്തുള്ളൂ, അതുകൊണ്ട് എനിക്കുള്ള ചെക്കനെ ഞാൻ അന്വേഷിച്ച് തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റൈലാണെങ്കിൽ അവിടുത്തെ വർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിന് നമ്മുടെ ഫടയിൽ ബാക്കിൽ നിന്ന് തന്നെ ഹഗ് ചെയ്യാണ്. ആ സമയം സ്റ്റൈൽ എന്താ ഉദ്ദേശം, ഇവിടെ വെച്ച് ചെയ്യാനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഫടയിൽ നമുക്ക് ഇവിടെ വെച്ച് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വെച്ച് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടാണെങ്കിൽ സ്വിമ്മിങ്ങിന് വേണ്ടി വന്നേക്കുന്നതാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടൈമിന് നേരത്തെ ബൈസനാണെങ്കിൽ നമ്മുടെ ജൂനിയർ പോയി കഴിഞ്ഞിട്ട് അവനെന്നെ നേരെ പരിചയപ്പെട്ടിട്ടില്ല, നേരെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു കാര്യം അവൻ ആലോചിക്കുകയാണ്. അവൻ അപ്പം തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ബൈസൺ അവൻ എന്തിനും ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ കാണ്ടിപ്പോൾ അത് ആലോചിച്ചിട്ട് ഓട്ടോ എന്ന പേരിലുള്ള ഒരു പയ്യനെ കോൾ ചെയ്യാം. അവൻ ആക്ച്വലി ആ ജൂനിയർ എന്ന് പറയുന്നത് നമ്മുടെ കാണ്ടിൻ്റെ എക്സിൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു പയ്യനാണ്. അപ്പോൾ ആ പയ്യനെ ഇപ്പോൾ കോൾ ചെയ്തിട്ട് അവിടെ ജൂനിയർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഇവിടെ ഇല്ല, പക്ഷേ കുറച്ച് മുമ്പേ ഒരു പയ്യൻ വന്നിട്ട് ജൂനിയറിനെ പറ്റി അന്വേഷിച്ചായിരുന്നു, കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കാണുന്നത് ബൈസനാണെന്ന് മനസ്സിലായിട്ട് കോൾ കെട്ടിയിട്ട് അവനും എങ്ങോട്ടേക്ക് സ്പീഡിന് എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം വീണ്ടും ഫടയിലിൻ്റെ സ്റ്റൈലിങ് കാണിക്കുമ്പോൾ അവർ ഇൻറ്റിമേറ്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഫടയിലിൻ്റെ നെഞ്ചിൻ്റെ സൈഡിലായിട്ട് എന്തൊരു മുറിവ് കണ്ടിട്ട് സ്റ്റൈൽ ഇതെന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട്. ആ സമയം ഫടയിൽ ഒന്നും ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ
സ്റ്റൈല് എന്ത് ആക്സിഡൻറ്റ്, എന്താ സംഭവം, എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പറഞ്ഞതാ പ്ലീസ്, എനിക്ക് ശരിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നില്ലേ, എൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞില്ലേ, എൻ്റെ അമ്മ ക്യാൻസർ വന്നിട്ട് മരിച്ചത്, ആ കാര്യം ഞാൻ ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പറയാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഫടയിലാണെങ്കിൽ എൻ്റെ പാരൻസ് രണ്ടുപേരും മരിച്ചു പോയതാ, അവരെ കൊന്നു കളഞ്ഞതാണ് എന്ന് പറയാണ്. ഇത് കേട്ടത് നമ്മുടെ സ്റ്റൈൽ, ഓ സോറി, നമുക്ക് ആ വിഷയം മാറ്റാം, ഇനി നീ അത് പറയാൻ നിൽക്കണ്ട, നിനക്ക് ഇനി ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇല്ല, എൻ്റെ ഈ ലൈഫ് ഇത്രയും റിസ്ക് എടുക്കുന്ന ഒരു ലൈഫിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാകത്തില്ല എന്ന് പറയാണ്. ആ സമയം ഉണ്ടേ നമ്മുടെ സ്റ്റൈലാണെങ്കിൽ റിസ്ക് ഉള്ള ലൈഫ് നീ എന്താ ഉദ്ദേശിച്ചത്, ഒരു ബർഗർ കട നടത്തുന്നതിൽ എന്ത് റിസ്ക്കാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അറിയാതെ ഫടേലിൻ്റെ വായിൽ നിന്ന് വീണ് പോയതാണ് റിസ്ക് എന്നുള്ള വേർഡ്. കാരണം ശരിക്കും ഒരു ഹിറ്റ്മാൻ ആണല്ലോ, അപ്പോൾ അവനിതിപ്പോൾ സ്റ്റൈലിനോട് ശരിക്കും പറയാനും പറ്റത്തില്ല, എന്നാൽ സ്റ്റൈലത് അറിയാനുള്ള കാര്യം ഇവനും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് കൂടെ നിൽക്കാൻ ഒരാൾ വരാൻ ചാൻസ് കുറവാണ്, ഞാൻ അതാ ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ കാണ്ട് കയറിയവരാണ്. കാണ്ട് നേരത്തെ ബൈസൻ്റെ കാര്യം ഓർത്ത് പേടിച്ചിട്ട് വന്നത് നേരെ ഇങ്ങോട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കാണ്ടാണെങ്കിൽ സോറി വന്ന് ശൈലി ചെയ്തേന്, പക്ഷേ എനിക്ക് സ്റ്റൈലിനോട് ഇപ്പോൾ ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ സ്റ്റൈലാണെങ്കിൽ നമ്മുടെ ഫടലിൻ്റെ അടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കാണ്ടിനോട് സംസാരിക്കാനായിട്ട് പോകണം. അങ്ങനെ കാണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്തും സ്റ്റൈലിന് നീ എന്തൊക്കെയാണ് പറയുന്നത്, ബൈസിനെ ഇപ്പോൾ എൻ്റെ എക്സിനെ ശരി പണിയെടുക്കാൻ പോവാണോ, അന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, അവൻ എന്തെങ്കിലും ചെയ്ത് പോട്ടെ, അതൊക്കെ നീ വിട്ടേക്കാൻ പറയുന്നുണ്ട്. ആ സമയം പക്ഷേ അതങ്ങനെ വിടാൻ പറ്റത്തില്ല. ബൈസനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, അവനാണെങ്കിൽ അവനെ വല്ലതും ചെയ്ത് എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് എനിക്കാണെങ്കിൽ ചില സമയം ഫടേലിനെ കാണുമ്പോഴും പേടി തോന്നാറുണ്ട്, എന്നാൽ എന്തോ അവൻ്റെ റഫായിട്ടുള്ള റൊമാൻറ്റിക് സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ കാണണ്ട്, എന്ത് വളരെ വട്ടാണോ ഇതൊക്കെയാണ് ഈ നേരത്ത് പറയാൻ നിൽക്കുന്നത്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞപ്പോൾ അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല, എന്നെ വരെ ഈ പ്രശ്നത്തിൽ നീ അല്ലേ വലിച്ചഴച്ചിട്ടത്, ഇനി ഒരു വഴിയേ ഉള്ളൂ, മേ ബി ഫടയിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടും കാര്യത്തിൽ ഫടയിലോണ്ട് പറഞ്ഞപ്പോൾ ഫടയിൽ എന്തുവാ ബൈസൺ എൻ്റെ എക്സിന് പണി കൊടുക്കാൻ പോവാണെന്നോ, അവൻ കൊടുക്കട്ടെ, നിന്നെക്കുറിച്ചുള്ള തനി സ്വഭാവം എൻ്റെ അനിയൻ എന്തായാലും മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ അയ്യോ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫടയിലാണെങ്കിൽ പിന്നെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആക്ച്വലി ബൈസനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള പയ്യനാണ്, അവൻ്റെ ചേട്ടനായിട്ടുള്ള എനിക്ക് പോലും അവനെ തടയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ബൈസനെ കോൾ ചെയ്യാണ്. അങ്ങനെ കോൾ ചെയ്യുന്ന ടൈമിന് ബൈസനെ ഇപ്പോൾ കറക്റ്റ് ജൂനിയറുള്ള ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ജൂനിയർ ഇപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് ഫടയിലും കോൾ ചെയ്തത്. ഫടയിലാണെങ്കിൽ വിളിച്ചപ്പോൾ നമ്മുടെ ബൈസനാണെങ്കിൽ ഞാനിപ്പോൾ സ്പൈസി ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലത്ത് വന്നേക്കുവാണെന്ന് കള്ളം പറയാണ്. ആ ടൈമിന് ഫടയിൽ കള്ളം പറയണ്ട, നിനക്ക് സ്പൈസി ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം, സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിനോട് ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ എവിടെ ഒരു ഗോൾ അടിച്ചപ്പോൾ എല്ലാവരും കൂടെ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട്. ഈ സൗണ്ട് ഫോണിൽ കൂടെ നമ്മുടെ ഫടയിലും കേൾക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ബൈസനാണെങ്കിൽ ഞാൻ പിന്നെ സംസാരിക്കാൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഫടയിലാണെങ്കിൽ അവൻ എവിടെയാണ് ഉള്ളതെന്ന് എന്നോട് പറഞ്ഞില്ല, പക്ഷേ സൗണ്ട് കേട്ടിട്ട് ഫുട്ബോളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താവുള്ളതെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കാണ്ടിന് ഏതാ സ്ഥലത്തൊരു ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഫടയിലോട് താങ്ക്സ് പറഞ്ഞിട്ട് കാണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം ബൈസനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ നേരെ തന്നെ ജൂനിയറോട് സംസാരിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ വല്ലാണ്ട് ഇവനെ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം മാറി നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് മാറി സംസാരിക്കുകയാണ്. ഇതേ ടൈമിന് ജൂനിയർ നീ എന്തിനിപ്പോൾ എൻ്റെ സ്ഥലത്തേക്ക് വന്നത്, എന്താ ഞാനാണെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ കയറി വരുന്നത് പറയാനായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, കാണ്ടിൻ്റെ കാര്യം വേറെ, ഇത് ഞാൻ അല്ലാണ്ട് വന്നതാ, നീ എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം കാണിച്ചിരുന്നത്, നമ്മുടെ കാണ്ടും ബൈസനും ഒരുമിച്ചുണ്ടായിരുന്ന പല സ്ഥലത്ത് വെച്ചിട്ടും നമ്മുടെ ബൈസനാണെങ്കിൽ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു, നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഇവൻ നോട്ടിട്ട് വച്ചേക്കുമായിരുന്നു ജൂനിയറിന്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് എന്താ ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലെന്നാണ് വിചാരിച്ചത്, ഇനി മേലെ എന്നെ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈസനാണെങ്കിൽ തിരിച്ച് നടന്നു തുടങ്ങുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ അടി ഉണ്ടാക്കാൻ ചെല്ലുന്നുണ്ട് തന്നെ നമ്മുടെ ബൈസൺ ഇവനെടുത്ത് തല്ലി ചതയ്ക്കുന്നുണ്ട്. ഇതേ സമയം കാണ്ടിനെ കാണിക്കുമ്പോൾ കാണ്ടാണെങ്കിൽ നേരെ ഓടി വരുന്നത് നേരത്തെ കോൾ ചെയ്ത് ഓട്ടോ എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ അടുത്തേക്കാണ്. കാണ്ട് ചെന്നോണ്ട് തന്നെ ഓട്ടോയിലെടുത്ത് ജൂനിയർ എവിടെയും ചോദിക്കുകയാണ്. ആ സമയം ആ പയ്യൻ നേരത്തെ ഫോണിൽ മറ്റൊരു പയ്യൻ അന്വേഷിച്ചെന്നു പറഞ്ഞില്ലേ, ആ ഒരു പയ്യൻ്റെ കൂടെ പുറത്തേക്ക് പോയി എന്ന് പറയാണ്. അപ്പം തന്നെ ടെൻഷനായിട്ട് കാണ്ടാണെങ്കിൽ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ആ സമയം ബൈസൺ നേരത്തെ എവിടെയിട്ടാണോ ജൂനിയറിനെ അടിച്ചത് അതേ സ്ഥലത്ത് നമ്മൾ കാണ്ടെത്താണ്. നോക്കിയപ്പോൾ തറയിൽ ബ്ലഡ് കിടക്കുന്ന കണ്ടിട്ട് ഇവനാണെങ്കിൽ വല്ലാണ്ട് ടെൻഷനാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ബർഗർ കടയിൽ നമ്മുടെ ബൈസണും പിന്നെ ഫടയിലും കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഫടയിൽ നമ്മുടെ ബൈസൺ ഒപ്പിച്ച് പണിയൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുന്നതും കൊണ്ട് തന്നെ എന്താ സംഭവം, നീയാണെങ്കിൽ നമ്മുടെ അച്ഛനൊക്കെ ഒന്ന് ആളെ കൊല്ലുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അമ്മ നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ ഇത് നമ്മുടെ അവസാനത്തെ കൊല്ലലായിരിക്കും, അത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ
ലൈഫ് ജീവിക്കുകയാണ്. നിൻ്റെ മനസ്സിൽ അതല്ലാതെ വേറെന്താ ഉള്ളത്? നീ എന്താ കാണ്ടിൻ്റെ എക്സിനെ ചെയ്തതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ അവൻ്റെ എക്സിന് എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസനാണെങ്കിൽ നീ അതെങ്ങനെ അറിഞ്ഞത്? കാണ്ട് നിന്നോട് പറഞ്ഞു എന്ന് വെച്ചപ്പോൾ കാണ്ട് ദേഷ്യത്തിൽ എന്തെങ്കിലും നീ ചെയ്ത് കളയെന്ന് ഓർത്ത് ടെൻഷനായിട്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അല്ല നീ അവൻ്റെ എക്സിന് എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് നമ്മുടെ ബൈസനാണെങ്കിൽ ജൂനിയറിനെ അടിച്ചിട്ട് ശേഷം അവനെയാണെങ്കിൽ അവിടെ നിന്ന് തള്ളിയിടാനായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് തോക്കൊക്കെ എടുത്ത് കാണിച്ച് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൻ സോറി ഞാൻ ഈ ഒരിക്കലും നിങ്ങളുടെ ഇടയിൽ വരത്തില്ല. ഞാൻ ലൈഫിൽ ശരിക്കും പെട്ട് നിൽക്കുന്ന മൊമെൻറ്റിൽ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ സമാധാനിപ്പിച്ചത് മരിക്കുന്നതിൽ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് പൈസ ഒന്ന് സഹായിച്ചത് മൊത്തം കാണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അവരോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവൻ്റെ പുറകെ വന്നു തുടങ്ങിയത്. ഇനി ഞാൻ നിങ്ങളുടെ പുറകെ വരത്തില്ല, സത്യമായിട്ട് ഞാൻ നിങ്ങൾ ശല്യം ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ നിനക്ക് ഒരിടത്ത് ലവൊക്കെ തോന്നുന്നു, നിനക്ക് എന്ത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ആ എടുത്ത് വെച്ച് തോക്ക് വെച്ചിട്ട് മുകളിലേക്കൊന്ന് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മര്യാദയ്ക്കൊന്നും നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ബൈസൺ അവിടെ നടന്നുവാണ്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ബൈസനാണെങ്കിൽ ഈ ഫഡേലിൻ്റെ അടുത്ത് കണ്ടോ ഞാനെന്ത് കൂളായിട്ടാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്, അല്ലാതെ ഞാൻ അവനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയാണ്. ആ സമയം ഫഡേൽ ശരി പക്ഷേ ഇമാതിരി പ്രശ്നമൊന്നും ഇനി ഉണ്ടാക്കി വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടും പിന്നെ സ്റ്റൈലും കൂടെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. ആ സമയം നമ്മുടെ കാണ്ട് ജൂനിയർ എവിടെ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവനെ കാണാനേ ഇല്ല. അപ്പോൾ കഴിയുന്ന ദിവസം എന്താ രാത്രി സംഭവിച്ചത് അവനിപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റൈലിൻ്റെ ഈ ടെൻഷനാവുന്ന എന്തെങ്കിലും പറ്റിയോന്ന് കാണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നീ മറ്റുള്ളവരെ കുറിച്ച് ആരോഗ്യയുടെ കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ എന്നാലും നമുക്ക് കിട്ടിയൊരു മിഷനല്ലേ ഇത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ആർക്കും അപകടം വരണമെന്ന് എനിക്ക് താല്പര്യമില്ല, പിന്നെ അവരുടെ ഒരു ഹിറ്റ്മാൻ ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാന്നുള്ളില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അറിഞ്ഞു വെച്ചോണ്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫഡേലിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ എന്തോ ഞാനാണെങ്കിൽ ഇടയ്ക്ക് അവനുമായിട്ട് വീട് പോകുന്നുണ്ടോ, അവനെങ്ങനെ ഇഷ്ടപ്പെട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടെന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റൈൽ പറയാണ്. ആ സമയം കാണ്ട് അങ്ങനെയൊന്നും ചെയ്ത് കളഞ്ഞേക്കല്ലേ, പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യേ, നീയാണെങ്കിൽ നമ്മുടെ ഫഡേലിനെ ഒരു ഡബിൾ ഡേറ്റിന് വേണ്ടിയിട്ട് വിളിക്കുക, നമുക്ക് 4 പേർ കൂടെ ഇട്ട് ഒരു ഡബിൾ ഡേറ്റിന് പോകാം, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഫഡേലും ബൈസണും ഡബിൾ ഡേറ്റിന് സമ്മതിച്ചതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഇപ്പോൾ നമ്മളെ കാണ്ടും സ്റ്റൈലും പറയുന്നതനുസരിച്ച് ബോളിംഗ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റൈലും കാണ്ടും വരുന്നുണ്ട്. രണ്ടുപേരും യൂണിഫോം പോലത്തെ ഒരു ഡ്രസ്സിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാണ്ടിട്ടേക്കുന്ന ഡ്രസ്സിൽ KB ഉണ്ട്, അതായത് കാണ്ട് ബൈസൺ. സ്റ്റൈൽ ഇട്ടേക്കുന്നതിൽ FS എന്നുണ്ട്, അതായത് ഫഡേൽ സ്റ്റൈൽ. ഇതേ സെയിം 2 ഷർട്ട് ഇവരുടെ കയ്യിൽ വേറെയുണ്ട്. അങ്ങനെ ഇവരിത് വന്നിട്ട് ഇവരിത് രണ്ടുപേരും നമ്മളിന്ന് ബോളിംഗ് ചെയ്യാൻ പോവുകയാണ്, ഇതൊരു മാച്ചാണ്. കടയിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് എല്ലാം നമ്മുടെ പേരുകളാണ്, കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്, അതായത് നിങ്ങൾ ഇടാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ബൈസണാണെങ്കിൽ ബ്ലൂ കളറാണ് നമ്മുടെ ബൈസണും കാണ്ടും എടുത്തേക്കുന്നത്, റെഡ് കളറാണ് നമ്മുടെ ഫഡേൽ സ്റ്റൈലും എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈസണാണെങ്കിൽ ഇതിൻ്റെ ഫേവറേറ്റ് കളറാണ്, ഞാൻ ഡ്രസ്സ് ഇടാൻ പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫഡേൽ ഈ സാധനം ഞാൻ ഇടില്ല, ഞാൻ ഡബിൾ ഡേറ്റിന് വരാനേ സമ്മതിച്ചുള്ളൂ, അല്ലാതെ ഡബിൾ ഡേറ്റിന് വന്നിട്ട് എല്ലാം പറയുന്നത് ചെയ്യാൻ നിൽക്കുന്നൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയാം. ആ സമയം ബാക്കി വന്നിട്ട് ഇതെന്ത് കഷ്ടമാണ്, നീ ആ എൻജോയ്മെൻറ്റ് കളയില്ലെന്നൊക്കെ പറയട്ടെ. അവസരം അവനെ നിർബന്ധിച്ച് ഡ്രസ്സ് മാറാനായിട്ട് വിടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടും ബൈസണും കൂടെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫഡേലും സ്റ്റൈലും കൂടെ ബോളിംഗ് ചെയ്യുന്നതാണ്. ആ സമയം നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബൈസൺ കാണ്ടിനോട് എനിക്കെന്തോ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മളുടെ ഒരു സെറ്റാവാനായിട്ട് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പോയി സെറ്റാവാൻ പോലെ അഭിനയിക്കാനായിട്ട് പറഞ്ഞില്ലേ, അപ്പോൾ എന്തോ എനിക്കിപ്പോൾ പാവം തോന്നുന്നു, നിൻ്റെ ഫ്രണ്ടായിട്ട് എൻ്റെ ചേട്ടൻ ഇട്ടിട്ട് പോയിക്കളയോ, കാരണം എൻ്റെ ചേട്ടൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ മുമ്പേ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ആ സമയം കാണ്ടാണെങ്കിൽ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അടുത്ത് സ്റ്റൈൽ പറഞ്ഞായിരുന്നു അവൻ ചെറുതായിട്ട് നമ്മുടെ ഫഡേലിന് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, അവർ തമ്മിൽ സെറ്റാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാണ്. ആ സമയം അത് കേട്ടിട്ട് ബൈസനാണെങ്കിൽ സന്തോഷിച്ചിട്ട് ഓക്കെ നല്ല കാര്യമാണ്, പിന്നെ ഞാനാണെങ്കിൽ ജൂനിയറിനെ ഹേർട്ട് ചെയ്യും, അവൻ എന്തിനു ചെയ്യും നീ വിചാരിച്ചോ, അതുകൊണ്ടാണോ നീയാണെങ്കിൽ ഹെൽപ്പ് ചോദിക്കാൻ ഫഡേലിൻ്റെ അടുത്തേക്ക് ചെന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുപോലെ തന്നെ നിനക്കൊന്നും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫഡേലിൻ്റെ അടുത്ത് ചെന്നതെന്ന് നമ്മുടെ കാണ്ട് പറയാണ് ബൈസൺ. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല, അവൻ കുറേ നാളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാൻ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഇനി പരസ്പരം എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ 4 പേരും മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ കാണ്ടും ബൈസണും കൂടെ ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫഡേലും സ്റ്റൈലും കൂടെ ആയിട്ട് ഡ്രിങ്ക് ചെയ്യാണ്. ആ സമയം ഫഡേലിൻ്റെ അടുത്ത് സ്റ്റൈലാണെങ്കിൽ അവരുടെ ഒരു നല്ല മാച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ എത്ര മാച്ചാണെങ്കിലും എനിക്ക് അവനെതിരായിട്ട് 100% വിശ്വാസമായിട്ടില്ല, ഞാൻ അത്ര എളുപ്പത്തിൽ ഒരാളിന്നും 100% വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അപ്പോൾ നിനക്ക് എന്നെ 100% വിശ്വാസമില്ലെന്ന് വെച്ചപ്പോൾ നിന്നെ എനിക്ക് 80% വിശ്വാസമുള്ളൂ എന്ന് പറയാണ്. ആ ടൈമിന് സ്റ്റൈൽ അല്ല നീ എന്നെ അപ്പോൾ 100% വിശ്വസിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആരെങ്ങനെ 100% വിശ്വസിക്കത്തില്ല എന്ന് ഫഡേൽ പറയാണ്. ആ സമയം സ്റ്റൈൽ ഭയങ്കര കഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിന് അവനാണെങ്കിൽ വാ നമുക്കൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വലിച്ചെടുത്തുണ്ട് നമ്മുടെ കാണ്ടിൻ്റെ ബൈസൻ്റെ അടുത്തേക്ക് ഫഡേലിൻ്റെ പാട്ട് പാടാൻ കൊണ്ടുപോവാണ്. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാണ്ടിനൊരു കോൾ വരുന്നത്, അത് വിളിച്ച് അവൻ്റെ അനിയൻ ബേബായിരുന്നു. ബേബ് വിളിച്ചിട്ട് വീണ്ടും അവൻ്റെ സ്കൂളിലുള്ള പിള്ളേർ അവനെ ബുള്ളി ചെയ്യുന്നു എന്ന് പറയാണ്. അങ്ങനെ ഉടനെ തന്നെ കാണ്ട് നീയാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറി നീ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തും ഒരു
കുറച്ച് പ്രശ്നമുണ്ട്, എൻ്റെ അനിയൻ്റെ ശരീരം ചേരിട്ട് അവൻ്റെ ഫ്രണ്ട്സ് വീണ്ടും വന്നിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ ബൈസൺ ഈ കാര്യമൊക്കെ ഓൾറെഡി അറിയുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം കാണണ്ട് വേണ്ട വേണ്ട, ഞാൻ കാരണം നിങ്ങൾ മൂന്നേരും എൻജോയ്മെൻറ്റ് കളയണ്ട, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം, നിങ്ങളിവിടെ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ആക്ച്വലി ഇതെല്ലാം കാണേണ്ട ഒരു പ്ലാനായിരുന്നു. കാരണം ഇവർ മൂന്നേരും ഇവിടെ ആക്കിയിട്ട് നമ്മുടെ ബൈസൻ്റെ ഫഡേലിൻ്റെ വീട്ടിൽ കയറി. അന്ന് ഫഡേലാണെങ്കിൽ ഇവന് റൂമിൽ കയറാൻ പോയപ്പോൾ തടഞ്ഞല്ലോ, ആ റൂമിൽ കയറി എങ്ങനെയും സെർച്ച് ചെയ്യണം, അതായിരുന്നു ഇവൻ്റെ പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇത്. അപ്പോൾ അത് നമ്മുടെ സ്റ്റൈലിനും അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ കോൾ വന്നതുപോലെ അഭിനയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവനങ്ങനെ നേരെ അവൻ്റെ കാറും എടുത്ത് ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് അവൻ എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ കയറി പറ്റിയിട്ട് എല്ലാം പ്ലാൻ അനുസരിച്ച് ആ റൂമിൽ കയറിയിട്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ സംഭവങ്ങളെല്ലാം ഈ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ആ റൂമിൻ്റെ അകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് ഇവൻ അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ ഇവൻ പെഡോയിലെ നല്ല ഡോക്ടറുടെ സംഭവമാണ്. ഇതേ സമയം കുറേ നേരമായിട്ടും ഈ ഒരു ക്ലബ്ബിൽ ഇരുന്നിട്ട് ഇവനെ കാണാത്തതുകൊണ്ട് തന്നെ ബൈസൺ ഫഡേലിൻ്റെ അടുത്തും സ്റ്റൈലിൻ്റെ അടുത്തും ഞാനാണെങ്കിൽ അവനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് അവരോടും ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. അതേസമയം ഫഡേലാണെങ്കിൽ അന്നത്തെ ദിവസം സ്റ്റൈലിനോട് നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സംഭവങ്ങളെല്ലാം ശരിക്കും സ്റ്റൈലിന് അറിയാമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കാണ്ടിനെ അന്വേഷിച്ച് ബൈസൺ ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഫഡേൽ കാണാതെ സ്റ്റൈല് കാണ്ടിൻ്റെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങനെ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണ്ട് ആ ഒരു മെസ്സേജ് കണ്ടിട്ട് നേരെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുമുണ്ട്. അങ്ങനെ ബൈസൺ ഇപ്പോൾ നമ്മുടെ കാണ്ടിൻ്റെ വീട്ടിലേക്ക് എത്താണ്. അവിടെ ഇത് ഡോറിൽ തട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. അതേസമയം കറക്റ്റ് പുറകില്ല കാണ്ടും പിന്നെ അവൻ്റെ തന്നെ ബേബിയും വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്നാണെങ്കിൽ ഇവരാണെന്ന് മനസ്സിലാത്തതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഒരു തോക്ക് എടുക്കുന്നുണ്ട് പുറത്തേക്ക്. ആ സമയം ഇവരാണെന്ന് മനസ്സിലായിട്ട് നിങ്ങളായിരുന്നു പേടിച്ച് പോയി, അല്ല നീ ഓക്കെയാണോ ബേബ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബു ഓക്കെയാണ്, സമയത്തിന് ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. ഇപ്പോൾ ബേബു ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് ബേബുവിന് ഒരു പക്ഷേ നമ്മുടെ കാടിൻ്റെ കൂടെ അവനെ സഹായിക്കാനായിട്ട് കള്ളം പറയുകയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതെന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതുകൊണ്ട് ബേബു റൂമിലേക്ക് പോവാണ്. ഇതേ സമയം നമ്മുടെ ഇവൻ്റെ ഒരു തോക്കിരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കാടിന് ചെറിയൊരു ടെൻഷനുണ്ട്. അല്ലെങ്കിൽ ഇവരോട് നിൽക്കുന്നത് നമ്മുടെ കാടിന് ടെൻഷനാണ്. ആ സമയം അത് പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ കരുതുന്നത്. നീ എന്താ പേടിച്ചു പോയോ? ഞാനതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, ജസ്റ്റ് കയ്യിൽ വെച്ചേക്കുന്നേ ഉള്ളൂ. അല്ല ഇന്ന് ഞാൻ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തോട്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ബൈസൺ ഇങ്ങനെ പാവത്തോടെ ചോദിക്കുന്നുണ്ട്. നമ്മളെ കാണും അഭിനയം കണ്ടിന്യൂ ചെയ്തിട്ട് അതിനെന്താ നീ ചെയ്തോളാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടും രാത്രി ഇൻറ്റിമേറ്റ് ആകുന്നുണ്ട്. അങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ കാടിൻ്റെ കാലിലൊരു ടാറ്റു ഉള്ളത് ഇപ്പോഴാണ് നമ്മുടെ ബൈസൺ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റൈലിനെ ഫഡേലിനെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ സ്റ്റൈലാണെങ്കിൽ അവരുടെ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഇവർ ഇൻറ്റിമേറ്റ് ആവുന്ന ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ആ സമയം സ്റ്റൈൽ എനിക്കും നിന്നെക്കുറിച്ചുള്ള 100% കാര്യങ്ങളും അറിയണമെന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ 100% ആവണമെന്നുണ്ടോ എന്നൊക്കെ പറയാണ്. ആ സമയം ഫഡേൽ നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ, എന്നെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിയാൻ നീ പേടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും എനിക്കിതിന് ഇഷ്ടമായിരിക്കും എന്ന് പറയാണ്. ആ സമയമാകുമ്പോൾ എല്ലാം നിൻ്റെ അടുത്ത് തുറന്ന് പറയുന്നത് ഫഡേലും പറയുന്നുണ്ട്. അങ്ങനെ അവർ കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവാണ്. ഇത് കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.